ഹലോ ഗൈസ്, ഇന്ന് ഞാൻ രാവിലെ എണീറ്റു. ഞാനും ചേട്ടനും റെഡിയായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ട് പോകാനാ? കങ്കുവ സിനിമയ്ക്ക് പോകാൻ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോയി. അവിടുന്ന് കണ്ണനും കൂടെ നമ്മളവിടെ സിനിമയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിൽ ചെന്നു. അവരെയൊക്കെ ഉണർത്തി. കണ്ണൻ അപ്പോഴത്തേക്ക് റെഡിയായി. നമ്മൾ അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മൂനും അമ്മാമ്മയ്ക്കൊക്കെ ടാറ്റ പറഞ്ഞു. അമ്മു വരുന്നുണ്ടായിരുന്നില്ല. അമ്മു കൊച്ചുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തിയേറ്ററിൽ വന്ന് സിനിമ കാണാറില്ല ഇപ്പം. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ കാറിൽ കയറി നേരെ രേവതിയിലേക്ക് പോയി. രേവതി ചെന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 6:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 7:30 മണിക്കായിരുന്നു നമ്മുടെ ഷോ. ചെന്നപ്പോഴത്തേക്കും തിരക്കൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോസ്റ്ററൊക്കെ നോക്കി. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഷോ കഴിയാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. നമ്മൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ത്രില്ല് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ താഴെ വന്ന് കുറച്ച് നേരം ഇരുന്നു. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. സമയം ആവാറായപ്പോഴത്തേക്ക് നമ്മൾ പിന്നെയും മേലോട്ട് ചെന്നു. അപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊക്കെ ആയിക്കഴിഞ്ഞു. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി വിത്തൗട്ട് എനി എക്സ്പ്രഷൻ. അങ്ങനെ ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റോടെ അകത്ത് കയറി സിനിമ തുടങ്ങി. അങ്ങനെ ഇടയ്ക്ക് മോഹൻലാൽ ഡയറക്റ്റ് ചെയ്യുന്ന ബറോസിൻ്റെ ട്രെയിലർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കണ്ട് നമ്മൾ ഒരു ഇൻ്റർവെൽ ടൈം ആയപ്പോഴത്തേക്കും കോഫി കുടിക്കാനായിട്ട് ഇറങ്ങി ഗൈസ്. സാധാരണ ഞാൻ കോഫി കുടിക്കാത്ത ഞാൻ തലവേദന എടുത്ത് സിനിമ കണ്ട് വെട്ടിപ്പൊളഞ്ഞ് തലവേദന എടുത്തിട്ട് ഞാനൊരു കോഫി കുടിക്കാൻ ഇറങ്ങി. പിന്നെ നമ്മൾ കട്ട്ലറ്റ് കൂടെ കഴിച്ചു. ചേട്ടനിങ്ങനെ എനിക്ക് കട്ട്ലറ്റൊക്കെ തന്നു. എനർജി അങ്ങനെ റീസ്റ്റോർ ചെയ്തിട്ട് ഞാൻ സെക്കൻഡ് ഹാഫും കൂടെ കാണാൻ കയറ്റി. അതും കഴിഞ്ഞ് കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു കൂറ സിനിമ, ഒരു സൂര്യയുടെ ഇത്രയും ഒരു കൂറ സിനിമ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ കണ്ടിറങ്ങിയ ആൾക്കാരുടെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാവും.